സാധനം എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്, പിന്നെ മധുരമുണ്ട്. സൂപ്പർ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് UAE ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലായ ദുബായ് ഗ്ലോബൽ വില്ലേജിലെ 29th സീസണിലാണ്. ലോകത്തിലെ 90 രാജ്യങ്ങളിലെ പവലിയൻസിലായിട്ട് ബെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓരോ സീസണിലും 1 കോടിയിലേറെ ആൾക്കാരാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് വീക്ക് ഡേയ്സിൽ 25 വീക്കെൻഡ്സിൽ 30 ദിർഹംസും ആണ്. So once again, welcome to Global Village. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് താജ്മഹൽ, പിസ്സ ടവർ, ഈഫിൽ ടവർ, കൊളോസിയം, മറ്റു ലോക അത്ഭുതങ്ങൾ ഇവിടെ കാണാം. 1997 ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡ് ക്രീക്ക് ഏരിയയിലാണ് ഫസ്റ്റ് ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 18 രാജ്യങ്ങളിലെ ചെറിയ കിയോസ്കായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഊതുമേത്ത ഏരിയയിൽ ഇത് ഷിഫ്റ്റ് ചെയ്യുകയും അത് കഴിഞ്ഞാണ് നമ്മളിപ്പം കാണുന്ന ഇത്രയും വലിയ ഷോപ്പിംഗ് കാർണിവലായ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവുന്നത്. എനിക്ക് ഏറ്റവും പോകണമെന്ന് ആഗ്രഹമുള്ളൊരു കൺട്രിയാണ് തുർക്കി. അവരുടെ ഫുഡും സ്വീറ്റ്സും അത്രയും ഫേമസ് ആണ്. കയറി ചെല്ലുമ്പം തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള സ്വീറ്റ്സ് കാണാം. അതുപോലെ തുർക്കിഷ് ഐസ്ക്രീം ഷോപ്സ്. ഞങ്ങൾ തുർക്കിഷ് സ്വീറ്റ് ബക്ലാവയാണ് ട്രൈ ചെയ്യുന്നത്. നട്ട്സ് നിറച്ച സ്വീറ്റ്സിനാണ് ബക്ലാവ എന്ന് പറയുന്നത്. ഇവരുടെ കുനാഫയും അത്രയും ഫേമസ് ആണ്. തുർക്കിയുടെ ഹാൻഡ് മെയ്ഡ് പ്ലേറ്റ്സ്, കരകൗശല വസ്തുക്കൾ, മറ്റും ഒരുപാട് ഷോപ്സ് ഇവിടെയുണ്ട്. ഇത് തുർക്കിയുടെ കോഫി ഉണ്ടാക്കുന്ന കപ്പാണ്. ലൈവായിട്ട് തുർക്കിഷ് കോഫിയും ഇവിടെ റെഡിയാണ്. അതിനടുത്ത് തന്നെ ഒരു തുർക്കിഷ് ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ്റെ പവലിയനാണ്. ഇവിടെ കൂടുതലും ടെക്സ്റ്റൈൽസ്, ലെതർ, കാർപ്പറ്റ്സ് ഇതിൻ്റെയൊക്കെ ഷോപ്സാണ്. നമുക്ക് ഡ്രസ് മെറ്റീരിയലൊക്കെ നമുക്ക് കൂടുതലും ബാർഗെയിൻ ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ UAE പവലിയനിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് പെർഫ്യൂം ഷോപ്സും അബായ ഷോപ്സും ആണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. ലൈവായിട്ട് നല്ല ചൂടുള്ള ലുക്കീമിയത്ത് റെഡിയാക്കുന്നത്. ലുക്കീമിയത്ത് എന്ന് പറയുമ്പം ഒരു എമിറേറ്റി ട്രഡീഷണൽ സ്വീറ്റ് ആണ്. ഇത് സിറിയ എന്നുള്ള കാഴ്ചയാണ്. ഇത് ലൈവായിട്ട് അവർ കുനാഫ സെറ്റ് ചെയ്യുന്നത് കാണിക്കുകയാണ്.
ഈ പ്രത്യേക രീതിയിലുള്ള ബോട്ടിൽ സിറിയ എന്നുള്ള ബ്ലാക്ക്ബെറി ഡ്രിങ്ക് ആണ്. ഇത് സിറിയയുടെ പവലിയനിൽ മാത്രമല്ല, ഗ്ലോബൽ വില്ലേജിലെ പല ഭാഗത്തും നമുക്ക് ഇവരെ കാണാം. ഇവിടെ ഈ രാജ്യങ്ങളെയൊക്കെ പവലിയൻസിന് പുറമെ പല ഫുഡ് സ്ട്രീറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും ഫേമസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് തായ്ലൻഡ് ഫുഡ് മാർക്കറ്റിൻ്റെ മോഡലുള്ള ഈ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ കൂടുതലും തായ് ഫുഡ്സ് ആണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ് ആഫ്രിക്കൻ പവലിയൻ വരുന്നത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെ സ്റ്റോൾസ് ഒന്നിച്ചാണ് ഈ പവലിയനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആഫ്രിക്കയിലെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സ്, ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, ചെരുപ്പ്, തടിയിൽ കൊത്തിയ കരകൗശല വസ്തുക്കൾ, മറ്റും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ പവലിയനിൽ കാണാം. പിന്നെ ഈ പവലിയൻ ഫേമസ് ഇവരുടെ നല്ല ഒറിജിനൽ ഷിയ ബട്ടറും കോക്കോ ബട്ടറും ബോഡി സ്ക്രബും സോപ്പും ആണേ. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്, അഡ്വഞ്ചർ റൈഡ്സ് ഉണ്ട്. ഈ ഗെയിംസിന് കിട്ടുന്ന ഗിഫ്റ്റാണ് കേട്ടോ ഈ ടോയ്സ് ഒക്കെ. ശരിക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയ അതേ ഫീലാണ് ഇവിടെ. അടുത്തത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു പവലിയനാണ് ഇന്ത്യൻ പവലിയൻ. ഇത് ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും വലിയ പവലിയനാണ്. ശരിക്കും ഒരു കൊട്ടാരം പോലെയാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല പാർട്ടി വെയർ ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, ജ്വല്ലറീസ് ഇതൊക്കെ ഇവിടെ കിട്ടും. കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജ്വല്ലറീസും ഡ്രസ് ഷോപ്പുമാണ് ഇവിടെ. ഗ്ലോബൽ വില്ലേജിൽ ഏറ്റവും ചീപ്പായിട്ട് സാധനം കിട്ടുന്നതും ഇന്ത്യൻ പവലിയനിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവലിയൻ ഇറാന്റെ ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിന്റെ എൻട്രൻസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആർക്കിടെക്ചറും പെയിന്റിങ്ങും ഫുഡും സ്പൈസസും അത്രയും വേൾഡ് ഫേമസ് ആണ്. അതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇറാൻ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. ഇറാനിൽ പോവാതെ തന്നെ അവരുടെ കൾച്ചറും സ്റ്റൈലും നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. പിന്നെ സാഫ്രോൺ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇറാനാണ്. സോ നമുക്കവിടെ ഒരുപാട് സാഫ്രോണിന്റെ പല ക്വാളിറ്റിയിലുള്ള ഷോപ്സ് കാണാം. പിന്നെ പോയത് ചൈനയിലെയും ജപ്പാനിലെയും പവലിയൻസിലാണ്. ഇതും ഗ്ലോബൽ വില്ലേജിലെ ടോപ്പ് പവലിയൻസ് ആണ്. ഷോപ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പവലിയനാണ് കൊറിയ. കൊറിയൻസിൻ്റെ സ്കിൻ കെയർ അത്രയും വേൾഡ് ഫേമസ് ആണ്. സോ കൊറിയയിൽ കൂടുതലും സ്കിൻ കെയറിൻ്റെയും ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയും ഷോപ്സ് ആണ്.
ശരിക്കും ഗ്ലോബൽ വില്ലേജ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണണം. ഇത്ര ലോക രാജ്യങ്ങളിൽ പോവാതെ തന്നെ ഇത്രയും രാജ്യങ്ങളിലെ ഫുഡും ആർട്ടും കൾച്ചറും എല്ലാം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ നാനാഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.